രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രവാചക കുഞ്ഞുങ്ങള് പ്രേക്ഷിത മക്കളുമാണ് നമ്മളിപ്പോൾ. സന്തോഷം തോന്നുന്നില്ലേ? അഭിമാനം തോന്നുന്നില്ലേ? നമുക്ക് തുടങ്ങാം അല്ലേ? പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. ഏറ്റവും സ്നേഹനിധിയായ ഈശോയെ, അങ്ങ് സ്നേഹിക്കുന്ന, അങ്ങ് തിരഞ്ഞെടുത്ത് കൂട്ടിക്കൊണ്ടുവന്ന അങ്ങയുടെ 8ാം ക്ലാസ്സിലുള്ള ഈ കുഞ്ഞുമക്കൾ ഓരോരുത്തരെയും അങ്ങയുടെ ആശീർവാദത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെ അവിടുന്ന് തൊട്ടനുഗ്രഹിക്കണമേ. അങ്ങയെക്കുറിച്ച് പഠിക്കാൻ, അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ള തീക്ഷ്ണത, കൃപ ഇവർക്ക് പ്രദാനം ചെയ്യണമേ. അനുഗ്രഹിക്കണമേ. ആമേൻ. ഏത് ലെസനാണ് നമ്മളിന്ന് പഠിക്കാൻ പോണേന്നറിയോ? പുതിയൊരു പാഠത്തിലേക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പുതിയ പാഠത്തിൻ്റെ പേര് എന്താണ്? നമുക്കൊക്കെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ക്ലാസ്സിൽ. തീർത്ഥാടകയായ സഭ. തീർത്ഥാടനം ചെയ്യുക. സ്കൂളിൽ നിന്ന് ടൂറ് പോകാൻ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. സാധാരണ എനിക്ക് തോന്നുന്നു എല്ലാ പള്ളികളിലും ഉണ്ടാകും, എല്ലാ സൺഡേ സ്കൂളുകളിലും കാണാം. ഒരു വർഷത്തിൻ്റെ അവസാനമാകുമ്പോൾ സാധ്യമാകുന്നിടത്തോളം കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ട് ഏതെങ്കിലും വിശുദ്ധ സ്ഥലങ്ങൾ, പള്ളികൾ സന്ദർശിക്കാൻ, തീർത്ഥാടനം നടത്താൻ പോകാറുണ്ട്. അതും കൂടാതെ പള്ളികളിൽ നിന്ന് വേളാങ്കണ്ണി, മലയാറ്റൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തീർത്ഥാടനത്തിന് പോകാറില്ലേ? നിങ്ങളൊക്കെ പോയിട്ടുണ്ടാകും. അതുപോലെ അതാണ് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. തീർത്ഥാടനത്തിന് പോകുമ്പോൾ നമുക്ക് മലയാറ്റൂർ എടുക്കാം. മലയാറ്റൂർ തീർത്ഥാടനത്തിന് പോകുന്നത് സാധാരണ തോമാസ് ലീഗയുടെ പെരുന്നാളിനോട് സംബന്ധിച്ച്, അത് കഴിഞ്ഞാൽ ഈസ്റ്റർ കഴിഞ്ഞ് പുതുഞായർ അങ്ങനെയുള്ള സമയത്തൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ പോകുക. അതിനു മുമ്പ് എന്താ പറയുക, വലിയ ആഴ്ചയിൽ കുറേ പേര് കുരിശും ചുമന്നുകൊണ്ട് മലയാറ്റൂർക്ക് പോകുന്നുണ്ട്. ഈ തീർത്ഥാടനം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചിന്ത നമ്മൾ സൂക്ഷിക്കേണ്ടത് ഇങ്ങനെയാണ്. അത് തീർത്ഥാടനത്തിന് പോകുമ്പോൾ മിക്കവാറും നമ്മുടെ വീടുകളിൽ നമ്മുടെ അപ്പച്ചനും അമ്മയും ഒക്കെ നമ്മളോട് പറയും, പോകുന്നത് പള്ളിയിലേക്കാണ്, ഒരുങ്ങിപ്പോണം, കുമ്പസാരിച്ചൊരുങ്ങിപ്പോകണം. അതിൻ്റെ അർത്ഥം ആത്മാവിനെ ശുദ്ധീകരിച്ച്, ശരീരത്തെ ശുദ്ധീകരിച്ചിട്ട് വേണം പോകാൻ. കുളിച്ചിട്ട്, നമ്മൾ സാധാരണ പള്ളിയിൽ പോകുമ്പോൾ തൊട്ട് മുമ്പ് അമ്മ പറയും, വേഗം പോയി കുളിച്ചൊരുങ്ങി വാ, ശരീരശുദ്ധി. തീർത്ഥാടനത്തിന് പോകുമ്പോൾ നമ്മളിവിടുന്ന് ഒരുങ്ങി പോകുന്നു. മലയാറ്റൂർ മലയുടെ അടിവാരം വരെ ബസ് പോകുകയുള്ളൂ, കാറ് പോകുള്ളൂ. പിന്നെ മുകളിലേക്ക് പോകണമെങ്കിൽ നടന്നു കയറണം, കഷ്ടപ്പെട്ട് നടന്നു കയറണം. കാരണം അത്ര നല്ല ടാറിട്ട റോഡൊന്നുമല്ല. കല്ലുകൾ പൊങ്ങി നിൽക്കുന്ന ആ വഴിയിൽ കൂടെ ചാടിയും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയൊക്കെ വേണം മലയാറ്റൂരിൻ്റെ മല കയറാൻ. ഈ ഒരു ഭാഗം നമ്മൾ ഒരുക്കം കഴിഞ്ഞു. മലയുടെ അടിവാരത്ത് നിന്ന് മലമുകളിലേക്കുള്ള യാത്ര, അതാണ് നമ്മുടെ ഈ ലോക ജീവിതം. ബുദ്ധിമുട്ടുണ്ട്, ഇടയ്ക്ക് നമുക്ക് ഇരിക്കാം, ഇത്ര സമയത്തോടെ എത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഈ ലോക ജീവിതത്തിൽ ദൈവം എപ്പോൾ വിളിച്ചാലും തിരിച്ചു പോകണം, അത് വേറൊരു കാര്യം. നമുക്കൊരു ലക്ഷ്യമുണ്ട്, ഈ മലയുടെ മുകളിലേക്ക് നമുക്ക് എത്തണ്ടേ. അപ്പം അത്രയും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സഹിച്ചിട്ട് വേണം എത്താൻ. പക്ഷെ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. എന്താ? മലമുകളിൽ പോയി മലയാറ്റൂർ മലയിൽ തോമാസ് ലീഹായെക്കുറിച്ച് പ്രത്യേകം അനുസ്മരിച്ച് ആ കാൽപാദത്തിൻ്റെ സ്ഥലങ്ങളൊക്കെ കണ്ട്, തോമാസ് ലീഹ നടന്നു നീങ്ങിയ സ്ഥലങ്ങളെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടു കഴിയുമ്പോൾ അവിടുത്തെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുക, നമ്മുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തിരിച്ചിറങ്ങുമ്പോൾ വലിയൊരാശ്വാസം. ഒരു ലക്ഷ്യത്തെ നോക്കിക്കൊണ്ടാണ്, ഇതാണ് സ്വർഗമാകുന്ന ലക്ഷ്യത്തെ നോക്കിക്കൊണ്ടാണ്
നമ്മുടെ ഈ ലോക ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്, ഈ ലോകത്തിൻ്റെ കഷ്ടപ്പാടുകൾ നമ്മൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നത്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മൾ ഒന്നാമത്തെ പാഠം മുതൽ പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഇസ്രായേൽ ജനം യാത്ര എവിടെ നിന്ന് ആരംഭിച്ചു? ഈജിപ്തിൽ നിന്ന്. അതിന് മുന്നത്തെ നമ്മളിപ്പോൾ നോക്കുന്നില്ല. ഈജിപ്തിൽ നിന്ന് ആരംഭിച്ച യാത്ര, അവർ കടന്നു പോകുന്ന വഴികളൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. 40 വർഷമാണ് അവർ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചത്. ഈ 40 വർഷക്കാലം അതിനിടയിൽ പലരും മരിച്ചുപോയി, രോഗങ്ങൾ വന്നു, കഷ്ടപ്പാടുകളുണ്ടായി. അവർ ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നുണ്ട്. തക്ക സമയത്ത് ദൈവം ഇടപെടുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ചെങ്കടലിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ജനം, ഒരിക്കൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നതാണ്. ആ ഒരു ചിത്രം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. ഞാനീ പറയുമ്പോൾ ഒക്കെ നമ്മൾ ആത്മന നമ്മൾ കാണണം ആ ചിത്രങ്ങളൊക്കെ. ചെങ്കടലിൻ്റെ തീരത്ത് നിൽക്കുന്ന ജനം, മോശ പ്രാർത്ഥിച്ചു, ചെങ്കടൽ 2ആയിട്ട് മാറി, ജനം അപ്പുറത്ത് കടന്നു. വീണ്ടും ഭയങ്കരമായ ചൂടും വെയിലും. അവിടെ ദൈവം മേഘത്തൂണുകൊണ്ട് അവർക്ക് തണൽ കൊടുത്തു. രാത്രിയിൽ മേഘസ്തംഭം കൊണ്ട് വെളിച്ചം കൊടുത്തു. വിശപ്പിന് മന്ന കൊടുത്തു, കാടപ്പക്ഷി കൊടുത്തു. ഇങ്ങനെ സംരക്ഷിക്കപ്പെട്ട ജനം എവിടേക്കാ? എന്താ ലക്ഷ്യം? കാനാൻ ദേശം. നമ്മുടെ കാനാൻ ദേശം ഏതാ? സ്വർഗം. ഈ സ്വർഗത്തെ ലക്ഷ്യമാക്കി തീർത്ഥാടനം ചെയ്യുന്ന തീർത്ഥാടകയായ സഭയുടെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. തീർത്ഥാടനം ചെയ്യുന്ന സഭയിലെ അംഗങ്ങളാണ് ഞാനും നിങ്ങളുമൊക്കെ. സ്വർഗം ലക്ഷ്യമാക്കി തീർത്ഥാടനം. വളരെ കുറച്ച് നാളെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിതമുള്ളൂ. അതിനുശേഷം സ്വർഗത്തിലേക്ക് പിതാവായ ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ പോയിരിക്കേണ്ടവരാണ്. ഈ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് സ്വർഗീയ ജീവിതത്തിൻ്റെ ഇത് സ്വർഗത്തിൽ പോയിട്ട് മാത്രം കിട്ടുന്നതല്ല, അതാണ് മുന്നാസ്വാദനം. ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറയട്ടെ. നമ്മുടെ അടുത്ത ക്രിസ്ത്യൻ ധ്യാനമൊക്കെ നിങ്ങൾ കൂടിയെന്ന് വിചാരിക്കുക. എടവപ്പള്ളിയിൽ ഒരു ധ്യാനം നടന്നു. ഈ ധ്യാനത്തിൽ വീട്ടിലമ്മ പറയുന്നുണ്ട് കൃത്യമായിട്ട് ഒരുങ്ങണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ. ധ്യാനപ്രസംഗം കേട്ടു. കുമ്പസാരത്തിൻ്റെ ദിവസം നമ്മളൊക്കെ ആത്മാർത്ഥമായിട്ട് പോയി കുമ്പസാരിച്ചു. വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ ഈശോയോട് തോന്നുന്നൊരു അടുപ്പമുണ്ട്, ഒരു ബന്ധമുണ്ട്. വേറെ കറകളൊന്നുമില്ല. ആ ഒരു പരിശുദ്ധമായി യേശുവും ഞാനും ഒന്നായി നിൽക്കുന്ന, കറകളില്ലാത്ത, അത് അനുഭവിച്ചാലേ തിരിച്ചറിയൂ ആ ഒരു അവസ്ഥ. ഇതാണ് സ്വർഗീയ ജീവിതത്തിൻ്റെ മുന്നാസ്വാദനം എന്ന് പറയും. ഇതിവിടെ നമ്മൾ ആരംഭിക്കണം. സ്വർഗത്തിൽ പോയിട്ട് കിട്ടുന്നതല്ല. ഇവിടുന്ന് ആരംഭിച്ച് അതിൻ്റെ തുടർച്ചയാണ് സ്വർഗത്തിലെ ജീവിതം. ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് സ്വർഗത്തെ ലക്ഷ്യമാക്കി പോകുന്നതാണെങ്കിലും ആ ഒരു അനുഭവം നമുക്കിവിടെ കിട്ടണം, നമ്മളത് അനുഭവിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 62 ഒന്ന് എടുത്ത്, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറക്കും മക്കളെ. അതിനകത്ത് പറയുന്നൊരു പ്രത്യേകതയുണ്ട്. ക്രൈസ്തവ ജീവിതത്തിന് അർത്ഥം നൽകുന്നത്, നിങ്ങളുടെ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം, ക്രൈസ്തവ ജീവിതത്തിന് അർത്ഥം നൽകുന്നത് എന്താണ്? അത് പ്രത്യേകം ശ്രദ്ധിക്കണമേ. അതുകൊണ്ട് വരാനിരിക്കുന്ന, നമ്മൾ പറഞ്ഞു കഴിഞ്ഞതൊക്കെ തന്നെയാണ്, അതിനൊരു സെന്റൻസ് ആയിട്ട് പറയുന്നു. വരാനിരിക്കുന്ന സ്വർഗഭാഗ്യത്തിൽ പ്രത്യാശ വെച്ച് മുൻപോട്ട് നീങ്ങുന്നവരാണ് ക്രൈസ്തവർ. വരാനിരിക്കുന്ന സ്വർഗഭാഗ്യത്തെ മുന്നോട്ട്, ഇതാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് ഈ പ്രത്യാശ, ഇതാണ് അർത്ഥം നൽകുന്നത്. ഒന്നാമത്തെ ചോദ്യം നമ്മൾ പറഞ്ഞു. ഇപ്രകാരം ഒരു സ്വർഗീയ ജീവിതത്തിൻ്റെ ഒരു ഈശോയോട് ഒന്ന് ചേർന്നിരിക്കുന്ന ഒരു അനുഭവം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവണം. എങ്കിലേ സ്വർഗീയ ജീവിതം ഇതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് വീണ്ടും വീണ്ടും അത് അനുഭവിക്കാൻ, അത് ചെയ്യാൻ സന്തോഷം തോന്നും. ഇനി എപ്പോഴാണ് നമ്മൾ സ്വർഗത്തിലേക്ക് പോവുക? ഈ ലോക ജീവിതത്തിൻ്റെ അവസാനം എന്താ? ആർക്കും കേൾക്കാൻ വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ് മരണം. പക്ഷേ ക്രൈസ്തവ ജീവിതത്തിൽ, കത്തോലിക്ക വിശ്വാസത്തിൽ മരണത്തിൻ്റെ കാഴ്ചപ്പാട് വേറെയാണ്. നമ്മൾക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള, ഇപ്പോൾ കൊറോണ വന്ന് ഒരുപാട് പേര് മരിച്ചുപോയി. ആ മരിച്ചപ്പോഴൊക്കെ അവരുടെ ജീവിതത്തിൽ അലമുറയിട്ട് കരയുന്ന കുടുംബങ്ങളെ നിങ്ങൾ കാണുന്നുണ്ട്. കൂട്ടുകാരുടെ, പ്രിയപ്പെട്ടവരുടെ ദുഃഖം സഹിക്കാൻ നമുക്ക് പോലും പറ്റുന്നില്ല. എത്ര അച്ഛന്മാരും നമ്മളിൽ നിന്നും വിട്ടുപോയി,
എത്ര സിസ്റ്റേഴ്സ് മരിച്ചുപോയി. ചെറുപ്പക്കാർ അച്ഛന്മാരൊക്കെ മരിച്ചു പോകുമ്പോൾ നമ്മൾ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇപ്രകാരമുള്ള ഈ എന്താ പറയുക സംസ്കാര ചടങ്ങുകളിൽ പിതാക്കന്മാർ, ചില അച്ഛന്മാർ പറയുന്ന വിശുദ്ധമായ ചരമപ്രസംഗമുണ്ട്. ഇടയ്ക്ക് വല്ലപ്പോഴും ഒന്ന് കേൾക്കണം. ഒരുപാട് പ്രത്യാശ നമുക്ക് തരും. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നിന്ന് ദൈവം നമ്മുടെ ആത്മാവിനെ നിക്ഷേപിച്ചിരിക്കുന്ന നമ്മുടെ ഈ ശരീരത്തെ ഈ ഭൂമിയിലിട്ടിട്ട് ആത്മാവ് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന മനോഹരമായ ഒരു സംഭവമാണ് മരണം. ആ ഒരു വിശ്വാസ കണ്ണിൽ നമ്മൾ വളരണം. എങ്കിലേ മരണത്തെ, പ്രിയപ്പെട്ടവരുടെ വേർപാടിനെ നമുക്ക് അഭിമുഖീകരിക്കാൻ പറ്റൂ. എളുപ്പമല്ല. വിശ്വാസ വീക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ. ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയാം. ഞാൻ സാധാരണ ഈശോയോട് പറയാറുണ്ട്, ഈശോയെ, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ആഴമായ വിശ്വാസം തന്നതിന് ശേഷം മാത്രമേ എൻ്റെ പ്രിയപ്പെട്ടവരെ നീ കൊണ്ടുപോകാവുള്ളൂ. എങ്കിലേ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു വിശ്വാസം നമ്മൾ വളരണം. ഈ ഒരു ആഴപ്പെട്ട വിശ്വാസം അത് ദൈവത്തിൽ നിന്ന് നമ്മൾ ചോദിച്ചാൽ തരും നമുക്ക്. അപ്പം മരണം ഈ ലോകത്തിൽ നിന്നുള്ള കടന്നുപോക്കാണ്. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. നശ്വരതയിൽ നിന്ന് അനശ്വരതയിലേക്ക്. ഈ ലോക ജീവിതം നശ്വരമാണ്. അപ്പം ജീവൻ നിലനിർത്തുന്ന ചൈതന്യം നമ്മുടെ ശരീരത്തിൽ നിന്ന് ജീവദാതാവിലേക്ക് തിരിച്ചു പോകുന്നു. ആ ഒരൊറ്റ കാഴ്ചപ്പാടിൽ മാത്രമേ മരണത്തെ കാണാവുള്ളൂ. ദൈവത്തിൻ്റെ ശിക്ഷയായിട്ടൊന്നും കാണരുത്. അത് ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് എടുക്കണം. ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, വിധിയും തനതു വിധിയും. 2 തരത്തിലുള്ള വിധിയുണ്ട്. ഒന്ന് തനതു വിധി, അന്ത്യവിധി. ഈ 2 കാര്യം മാത്രമേ നിങ്ങൾ. തനതു വിധി എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചാൽ ആ സമയത്ത് തന്നെ ആത്മാവ് ദൈവത്തിൻ്റെ മുമ്പിൽ എത്തിച്ചേർന്നാൽ ഉടനെ ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നു. ആ ജീവിതമനുസരിച്ചുള്ളൊരു വിധി ലഭിച്ചു കഴിഞ്ഞു. ഇതാണ് തനതു വിധി. അന്ത്യവിധിയെക്കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാം. മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാമത്തെ അധ്യായം എല്ലാവരെയും ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു വിധി പ്രഖ്യാപനമുണ്ട്. എൻ്റെ ജീവിതത്തെ മുഴുവൻ ദൈവം ഇങ്ങനെ TV-യിൽ എന്ന പോലെ കാണിച്ചു തന്നുകൊണ്ട് ദൈവം എന്നെ നല്ലവരുടെ കൂട്ടത്തിലേക്കോ, എൻ്റെ ജീവിതമനുസരിച്ച് നല്ലവരുടെ കൂട്ടത്തിലേക്കോ തിന്മ ചെയ്തവരുടെ കൂട്ടത്തിലേക്കോ മാറ്റപ്പെടും. ഓർക്കണം, നമുക്ക് തിന്മ ചെയ്തവരുടെ കൂട്ടം വേണ്ട, നന്മ ചെയ്തവരുടെ കൂട്ടം മാത്രം. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ആത്മാവ് ലോകത്തിൽ അലഞ്ഞു നടക്കുന്ന സംഭവം വിശ്വസിക്കരുത്. ഇല്ല. മരിച്ചാൽ ആത്മാവ് ഒന്നെങ്കിൽ സ്വർഗത്തിൽ, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം, അല്ലെങ്കിൽ നരകത്തിൽ. ഈ ആത്മാവ് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോട് പറയണം, ഇല്ല. ഉറപ്പല്ലേ? എങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ബോധ്യം എന്ന് പറഞ്ഞേ. ഇന്നത്തെ ക്ലാസ്സിൽ ബോധ്യം എന്താ? നമുക്ക് സ്വർഗം ലക്ഷ്യം വെച്ച് നീങ്ങുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സഭ. ഈ ഭൂമിയിൽ നന്മ ചെയ്ത് ജീവിച്ചാൽ സ്വർഗം ഉറപ്പ്. 2 ബോധ്യം. ഓക്കെ. മനോഭാവം എന്തായിരിക്കണം? നന്മ ചെയ്ത് പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കാനുള്ള ഒരാഗ്രഹം. ശീലം എന്തായിരിക്കണം? ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം ചെയ്യാം. മറ്റൊന്ന്, ആത്മാവും ശരീരവും പരിശുദ്ധമായി സൂക്ഷിക്കണം. ആക്ടിവിറ്റി ഒന്ന് പറഞ്ഞേ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40. ഒന്ന് എഴുതി വെച്ചേ. മത്തായി 25:40. അവിടെ ഒരു തിരുവചനമുണ്ട്. അത് നിങ്ങൾ കാണാതെ പഠിച്ച് അതിൻ്റെ വീഡിയോ എടുത്ത് ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കണം. വിട്ടുപോകരുത്, ചെയ്യണം. വചനം പഠിച്ചാൽ ശക്തി കിട്ടും. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.